ഞാൻ ജിൻഡോയ്ക്കെതിരെ എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ എന്തുകൊണ്ട് വിമർശനം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഉണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയിട്ട് ഫസ്റ്റ് ജിൻഡോയ്ക്കെതിരായിട്ടൊരു മയക്കുമരുന്ന് കേസ് വന്നു. ആ മയക്കുമരുന്ന് കേസ് സിജോ ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ സായോ ഉണ്ടാക്കിയതല്ല, ആരും ഉണ്ടാക്കിയതല്ല. അത് നമുക്ക് മീഡിയയിലൂടെയാണ് ജിൻഡോയ്ക്കെതിരായിട്ടൊരു മയക്കുമരുന്ന് കേസ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ജിൻഡോ നിരപരാധിയാണോ അല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ബന്ധം ആ ലേഡിയായിട്ടുള്ളതുകൊണ്ടാണല്ലോ മയക്കുമരുന്ന് കേസിൽ ജിൻഡോ ആദ്യം തന്നെ പോലീസ് വിളിപ്പിക്കുന്നത്. അപ്പോൾ അത് അന്ന് സായി ജിൻഡോയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അന്ന് ജിൻഡോ സായിക്കെതിരായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ബിഗ് ബോസിൽ എത്തിയപ്പോഴത്തേക്ക് അവൻ തളർന്നു പോയെന്ന് അല്ലെങ്കിൽ അവൻ വയ്യാതായെന്നാണ് ജിൻഡോ എന്ന് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ജിൻഡോയുടെ പ്രത്യേകത ഇതാണ്, ജിൻഡോയ്ക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ജിൻഡോനെ ആര് ചോദ്യം ചെയ്താലും അവർക്കെതിരായിട്ട് ജിൻഡോ ഒരു വൃത്തികെട്ട ആരോപണമായിട്ട് വരും. ജിൻഡോ ഈ തരം താഴ്ന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ പിന്നീട് ഒരു പെണ്ണ് കേസ് വന്നു, ഒരു പീഡന പരാതി കേസ് വന്നു. ഈ പീഡന പരാതി കേസ് ജിൻഡോയ്ക്കെതിരായിട്ട് വന്ന സമയത്ത് ഞാൻ പ്രതികരിച്ചു എൻ്റെ ചാനലിലൂടെ. അപ്പോൾ ജിൻഡോ നേരെ വന്നിട്ട് മീഡിയാസിന് മുമ്പിൽ വന്ന് പറയുന്നത് എന്നെപ്പറ്റി തരം താഴ്ന്ന വർത്തമാനങ്ങളാണ്. അയാൾ സിജോനെ പിടിച്ച് കെട്ടിയിട്ടു, ഇതൊക്കെ ഒരാളെ പിടിച്ച് കെട്ടിയിടുക അല്ലെങ്കിൽ അയാൾ അവിടുന്ന് പൊക്കുക പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഷെയിം ഉണ്ടാക്കുന്ന കാര്യമാണ്, നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പം ഞാൻ ജിൻഡോയെ വെല്ലുവിളിച്ച് ഞാൻ പറയാം, എന്നെ അങ്ങനെ ഏത് ഹോട്ടലിൽ നിന്നാണ് പിടിച്ചേ? ജിൻഡോ വന്ന് പറ, ഞാനിപ്പോൾ പറയാമല്ലോ. ഇപ്പോൾ എൻ്റെ ഭാര്യ ഡിവോഴ്സ് ആകും എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ പോയിട്ട് ജിൻഡോയ്ക്കെതിരായിട്ട് ഒരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആയത്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പോഴും പറയാണ്, ഞാനിപ്പോൾ ജിൻഡോയ്ക്കെതിരെ ജിൻഡോ എനിക്കെതിരെ വേണം കേസ് കൊടുത്തു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഡിവോഴ്സായി പോകുന്നു ജിൻഡോ എന്ന് പറയുക. ഇപ്പോൾ സിജോനോട് പിടിച്ച് അവിടെ കെട്ടിയിട്ടു. അവിടെ ഞാൻ ഇപ്പോൾ പറയാണ്, എൻ്റെ ഭാര്യ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറയുകയാണ്, ജിൻഡോയ്ക്ക് അത്രയും തെളിവ് കയ്യിലുണ്ടെങ്കിൽ, ജിൻഡോയ്ക്കെല്ലാം അറിയാമെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഞാനൊരു ഹോട്ടൽ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ CCTV ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ചെല്ലാം, ജിൻഡോ വരട്ടെ എൻ്റെ കൂടെ, എന്നിട്ട് അവിടെ ജിൻഡോ തെളിയിക്കുക ഏതാണെന്നുള്ളത്. ഇനി ജിൻഡോയ്ക്കെതിരെ എന്തുകൊണ്ട് ഞാൻ സംസാരിച്ചു അതെനിക്ക് എണ്ണി അക്കുവിട്ട് പറയാം. ഞങ്ങൾ ബിഗ് ബോസിനകത്തായിരുന്ന സമയത്ത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ഒരു 1 hour ഉള്ള ഒരു എപ്പിസോഡായിരിക്കും, അല്ലെങ്കിൽ 1.5 hour എപ്പിസോഡായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റഡ് ആയിട്ടുള്ള ലൈവാണ്. അതായത് ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് എന്ത് ചെയ്യുക, ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, ലൈവായിട്ട് വരിക. അപ്പോൾ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യം, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ജിൻഡോ സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ജിൻഡോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് 5 എല്ലാവരും കൂടെ നേരെ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേർക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ദുബായിലേക്ക് പോയ സമയത്ത് അവിടെ പബ്ബിൽ വെച്ചിട്ട് ജിൻഡോ ഒരു പെണ്ണിനെ കയറി പിടിച്ചു. ആ പെണ്ണിനെ കയറി പിടിച്ചിട്ട് നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരാളാണ് അവിടുന്ന് ജിൻഡോനെ ഊരിക്കൊണ്ട് വന്നു. ഒരു പെണ്ണിനെ കയറി പിടിച്ചതാണ് ജിൻഡോ. അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ്. ജിൻഡോ വേണമെങ്കിൽ ഇത് അയ്യോ സിജോ പറയുന്ന കള്ളത്തരമാണെന്ന് ജിൻഡോ പറഞ്ഞോ, അതിന് കൃത്യമായിട്ടുള്ള തെളിവും അല്ലെങ്കിൽ അത് പറയാൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി മറ്റൊന്ന്, ഈ ബിഗ് ബോസ് സീസൺ 7 കയറാനിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്, അല്ലെങ്കിൽ അവളിപ്പോൾ കയറില്ല. ആ പെങ്കൊച്ചിനെ ജിൻഡോ വിളിച്ചിട്ട് എനിക്ക് 3 പേരെ, ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് 3 പേരെ ബിഗ് ബോസിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് നീ കൊച്ചിയിലേക്ക് ബാക്കി എല്ലാ കാര്യം ഞാൻ ശരിയാക്കി തരാനുള്ള രീതിയിൽ ജിൻഡോ സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് അടക്കം എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് കുറച്ച് നേരത്തെ ഒരാളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. ഇതാണ് ആ വോയിസ് ക്ലിപ്പ്, ഒരു 22 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഈ വോയിസ് ക്ലിപ്പ് എനിക്കിപ്പോൾ കേൾപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടല്ല, ആ പെങ്കൊച്ചിനെ ഓർത്തിട്ടാണ്. കാരണം ആ പെങ്കൊച്ചിൻ്റെ കൃത്യമായിട്ടുള്ള വോയിസ് പുറത്ത് വരുമ്പോഴത്തേക്ക് അവളറിയാവുന്ന ആരെങ്കിലുമൊക്കെ അവർക്ക് ചോദ്യമായിട്ട് വരാം, ആ പെങ്കൊച്ചിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ജിൻഡോയുടെ എല്ലാ കളികളും ഇങ്ങനെയാണ്. ഇപ്പോൾ ജിൻഡോ ഞാൻ കൊച്ചിയിൽ വന്ന്, നിങ്ങൾ കൊച്ചിക്കാരല്ലേ എന്ന് കുറേ ആൾക്കാർ ജിൻഡോയെ പറ്റി അന്വേഷിച്ചോ, പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമ ജിൻഡോ എന്നാണ് ജിൻഡോയെ പറ്റി പറയുന്നത്. കൂട്ടിപ്പൊടുപ്പുകാരൻ ജിൻഡോ, ഇതാണ് എനിക്കറിയാം ജിൻഡോയുടെ അഡ്രസ്സ് ഇതാ. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ടല്ലോ ജിൻഡോ സിനിമയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ജിൻഡോ ഏത് സിനിമയിലാണ് 10 മിനിറ്റ് തികച്ച് റോൾ ചെയ്തിട്ടുള്ളത്? ഇതുവരെ ഒന്നും റിലീസായിട്ടില്ല. അപ്പോൾ ജിൻഡോ സിനിമയിൽ എന്താണ് ചെയ്യുന്നത്? ജിൻഡോ ഒരു ഡയറക്ടറാണോ, പ്രൊഡ്യൂസറാണോ, സ്ക്രിപ്റ്റ് റൈറ്ററാണോ, പ്രൊഡക്ഷൻ കൺട്രോളറോ? ഒന്നുമല്ല. അപ്പോൾ ജിൻഡോയ്ക്ക് സിനിമാക്കാരായിട്ട് എന്താ പേഴ്സണൽ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ജിൻഡോ ഇപ്പോൾ ഏത് വ്യക്തിയാണ് പേഴ്സണലി ഇപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്? ജിൻഡോ സ്ഥിരമായിട്ട് ആരാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്? ജിൻഡോ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ജിൻഡോയെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞിട്ട്, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്ന് നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഞങ്ങളുടെ ബിഗ് ബോസ് സീസൺ 6 25 പേരാണ് എല്ലാം കൂടെ മത്സരിച്ചത് ടോട്ടൽ. ഈ 25 പേരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും പലപ്പോഴും ഇപ്പോൾ ഇന്ന് ഈ ഒരു പരിപാടിക്ക് ഇപ്പോൾ നമ്മുടെ മൂവിയുടെ കാര്യമാണ്. അഭിഷേകുണ്ട്, ഞാനുണ്ട്, സായി ഉണ്ട്, നന്ദനയുണ്ട് അല്ലേ. ഇപ്പോൾ ഗബ്രി ഇപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സിബിൻ ഇപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഗബ്രി കുറച്ച് മുന്നേ എന്നെ വിളിച്ചോളൂ 10 മണിയായപ്പോഴത്തേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിന്നറിൻ്റെ കൂട്ടത്തിൽ ആരും വരുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾ 2022 ഒരു കൊച്ചിയിലൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഈ ഫോട്ടോഷൂട്ടിന് ജിൻഡോ അവിടെ പോയ സമയത്ത് ജിൻഡോ അവിടെ വെച്ചും ഒരു പെണ്ണിൻ്റെ കയറി പിടിച്ചു.
ആ പെണ്ണിൻ്റെ അടുത്ത് കയറി മോശമായിട്ട് സംസാരിച്ചു, നമ്പർ ചോദിച്ചു. പിന്നെ ജിൻഡോയുടെ സ്ഥിരമായിട്ടുള്ള അതിന് കോൾ ഡീറ്റെയിൽസിൻ്റെ അടുത്തുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൻ്റെ അടുത്തുണ്ട്, റെക്കോർഡിൻ്റെ അടുത്തുണ്ട്. ഇനി ജിൻഡോ സ്ഥിരമായിട്ട് അടിക്കുന്നൊരു സാധനമുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിന് ജിൻഡോ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, നേരെ ആ പെണ്ണിന് വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് പറയും ഞാൻ നിനക്ക് സിനിമയിൽ അവസരം വാങ്ങിച്ചു തരാം, പക്ഷേ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം. അതുമാത്രമല്ല ആ പെണ്ണിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് നിൻ്റെ ന്യൂഡായിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം, എനിക്ക് നിന്നെ ഒന്ന് മൊത്തത്തിൽ മേക്ക് ഓവർ ചെയ്യാനുണ്ട്. ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. പിന്നെ അവനെന്ന് പറഞ്ഞല്ലോ അവൻ ഡ്രഗ് യൂസ് ചെയ്യാറില്ല, മറ്റേത് യൂസ് ചെയ്യാറില്ല എന്നൊക്കെ. ഞാൻ ഇപ്പോൾ ജിൻഡോ വെല്ലുവിളിക്കാം, ജിൻഡോക്ക് അത്ര ഉറപ്പാണെന്നുണ്ടെങ്കിൽ ജിൻഡോ എൻ്റെ കൂടെ ഒന്ന് വാ, ജിൻഡോയുടെ ബ്ലഡ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതിനകത്ത് അപ്പോൾ മയക്കുമരുന്ന് ഉണ്ടായില്ല നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ഇപ്പോഴത്തെ അങ്ങനെ ഇത്ര കാര്യങ്ങൾ ചെയ്യാം. അന്ന് ജിൻഡോ സായിക്കെതിരായിട്ട് എന്താ പറഞ്ഞേ, സായി ഡ്രഗ് യൂസ് ചെയ്യുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ സായിനെ വിളിക്കും, ജിൻഡോനെ വിളിക്കുക, ഒരുമിച്ച് പോയിട്ട് ആ ബ്ലഡ് ചെക്ക് ചെയ്യട്ടെ, അപ്പോൾ അറിയാം ജിൻഡോ മയക്കുമരുന്ന് യൂസ് ചെയ്യണമില്ലെന്നുള്ളത്. പിന്നെ കെട്ടിയിട്ടത് ഈ ട്രിവാൻഡ്രത്ത് പോയിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും ജിൻഡോനെ ആരാണ് കെട്ടിയിട്ടെന്നുള്ളത്. പിന്നെ കാറിൽ നിന്ന് പൊക്കിയതും പെണ്ണ് കേസ് ഉണ്ടാക്കുന്നതും ഇത് ജിൻഡോ ചെയ്ത കേസെല്ലാം കൂടെ എടുത്ത് വേറെ ആളുടെ തലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് സത്യമാകത്തില്ലല്ലോ. പിന്നെ ഇപ്പോഴും ഞാൻ ജിൻഡോനെ വെല്ലുവിളിച്ച് തന്നെ ഞാൻ പറയാണ്, നിനക്ക് അത്രയും നിൻ്റെ കയ്യിൽ എല്ലാ തെളിവുണ്ടെങ്കിൽ നീ അങ്ങ് പുറത്തു വിടിച്ചിട്ടുണ്ടോ, എനിക്കൊരു പ്രശ്നവുമില്ല, എൻ്റെ ഭാര്യയ്ക്കും പ്രശ്നമില്ല, ബാക്കി വരുന്നത് ഞങ്ങളങ്ങ് നോക്കിക്കോളാം. ഇവൻ ചുമ്മാ പറയുന്നത് മീഡിയയുടെ മുന്നിൽ ഓരോ തവണ ജിൻഡോ എന്ന് പറയുന്നത് പച്ചക്കള്ളാണെന്നോ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സായിക്കെതിരെ എന്താ പറഞ്ഞത്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, സായിക്കെതിരെ എന്താ പറഞ്ഞത്, സായാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ സായി മയക്കുമരുന്ന് അവൻ ഇപ്പോൾ കൂടെ ഇല്ലേ, നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം, സായി എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഗഡ്സ് ഉണ്ടെങ്കിൽ ജിൻഡോ വരട്ടെ, ഞാൻ ജിൻഡോ ലൈവായിട്ട് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ജിൻഡോ അടുത്ത് ഇങ്ങനെ നേർക്ക് നേരം സംസാരിക്കാം. എൻ്റെ കൂടെ ഒന്ന് ജിൻഡോ എപ്പുറത്ത് സംസാരിക്കട്ടെ, ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സിൻ്റെ കയ്യിലുള്ള ഓരോ വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ജിൻഡോൻ്റെ മറുപടി പറയാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ജിൻഡോക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ജിൻഡോയുടെ അമേരിക്ക കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ജിൻഡോ ബിഗ് ബോസ് വെച്ച് എന്താ പറഞ്ഞത്, അമേരിക്കയിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് ഇപ്പോൾ വരും, ഞാൻ കെട്ടും. എന്താ ആ പെണ്ണ് കെട്ടാൻ ജിൻഡോനെ? ഇപ്പോൾ ജിൻഡോ 100 ദിവസം പറഞ്ഞിരുന്നു ആ പെണ്ണ് ഇപ്പോൾ വരും, ഞങ്ങളുടെ സെപ്റ്റംബറിൽ കല്യാണം, 3D കല്യാണം, മറ്റേ കല്യാണം. അമേരിക്കയിൽ ആ പെണ്ണ് എന്തുകൊണ്ട് ജിൻഡോനെ കെട്ടിയില്ല? ആ പെണ്ണ് നാട്ടിൽ ലീവിന് വന്നതാ, എന്താ ഇട്ടിട്ട് പോയതെന്താ? ജിൻഡോയുടെ പെണ്ണ് കേസ് പറഞ്ഞിട്ട് ആ പെണ്ണ് ഇട്ടിട്ട് പോയത്, വേറെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു എന്താ ജിൻഡോയുടെ ആദ്യത്തെ ഭാര്യ എന്നാൽ ഡിവോഴ്സ് ആയത്, ജിൻഡോ എൻ്റെ ഭാര്യ ഡിവോഴ്സ് ആയി പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെ ചോദ്യങ്ങളാ. ജിൻഡോ മറുപടി പറയട്ടെ. ജിൻഡോന്ന് എന്താ അമേരിക്ക പെണ്ണ് കെട്ടാതെ പോയപ്പോഴത്തേക്കും ജിൻഡോ എന്താ പറഞ്ഞത്, ഡിവോഴ്സ് ആയിട്ടില്ല, എൻ്റെ ഡിവോഴ്സ് ശരിയായിട്ടില്ല, പള്ളിയിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ജിൻഡോയുടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇതൊരു ജിൻഡോക്ക് ഡിവോഴ്സ് കിട്ടിയില്ലേ? എന്താ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് കിട്ടും അത്ര പ്രയാസം? ഇപ്പം ഇത്രേ ഉള്ളൂ, ജിൻഡോ ഇത്രയ്ക്ക് ഉള്ളൂ. ജിൻഡോയുടെ മെയിൻ പരിപാടി ഇപ്പോൾ ഞാൻ ജിൻഡോയ്ക്കെതിരെ പറയുകയാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജിൻഡോയ്ക്കെതിരെ തറ രീതി സംസാരിക്കാം. ജിൻഡോനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടെന്നോ, ജിൻഡോനെ ഇവിടെ പിടിച്ചു വെച്ചെന്നോ, കട്ടിലടിയിൽ നിന്ന് പൊക്കിയെന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ തറ ആരോപണങ്ങളാണ്. ജിൻഡോ മെയിനായിട്ട് ബിഗ് ബോസ് വെച്ചും ചെയ്യുന്നത് ഇതേ സെയിം സാധനം തന്നെയാണ്. ഒരാൾക്കെതിരെ തറ ആരോപണം ഉന്നയിക്കും. അതായത് ഇപ്പോൾ ജിൻഡോ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു, ജിൻഡോയുടെ PR ചെയ്താൽ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലട സായി, ജിൻഡോയുടെ PR ചെയ്താൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എത്ര ലക്ഷം രൂപ കൊടുത്തു എനിക്കറിയാം. ആ വ്യക്തിയായിട്ട് ഞാൻ കോൺടാക്ട് ഉള്ളത് കൊണ്ട് അയാൾ ബിഗ് ബോസിനെ മാത്രം PR ചെയ്യുന്ന ആളൊന്നുമല്ല. അയാൾ ഒരുപാട് സിനിമാക്കാർക്ക് ഉൾപ്പെടെ PR ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് അയാളുടെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല പറയേണ്ടത് അതുകൊണ്ടാണ്. ജിൻഡോ എത്ര ലക്ഷം രൂപയുടെ PR ചെയ്തെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവൻ എന്താ വെല്ലുവിളിച്ചെന്താ, ജിൻഡോ ഒരു ഡയലോഗ് പറഞ്ഞിട്ടായിരുന്നു, ജിൻഡോ ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ, എന്നിട്ട് തെളിയിക്കണം, മീഡിയക്കാരിങ്ങനെ പിടിച്ചു നിർത്തും. ജിൻഡോനെ വീട്ടിൽ വരണ്ട, കാരണം ജിൻഡോനെ വീട്ടിൽ കയറാൻ കൊള്ളാത്തവരാണ്. അതുകൊണ്ട് ജിൻഡോനെ വീട്ടിലേക്ക് വരണ്ട, വേണമെങ്കിൽ നീ എൻ്റെ പൂങ്കാവിലേക്ക് വന്നിട്ട് ആ ഹൈവേ സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ ജിൻഡോ പറയുന്നത്, അല്ലെങ്കിൽ ജിൻഡോ ഇവിടേക്ക് വന്നു, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിർത്തുക, എന്നിട്ട് നിങ്ങൾ മീഡിയക്കാരും പോവാ, എന്നിട്ട് ഞാൻ പിന്നെ ആ PR ചെയ്ത ആളെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം, ജിൻഡോക്ക് PR ചെയ്തു തന്നു ഇല്ലെന്ന് പറയട്ടെ, 15 ലക്ഷം രൂപ കൊടുത്തില്ലെന്നും ചോദിക്കാം, ഇല്ലയെന്ന് പറയട്ടെ, എടാ സിബിയും വിളിക്കുന്നതാ. മനസ്സിലായോ? അപ്പോൾ ഈ ജിൻഡോ ഒരു മറ്റേ മറയത്ത് മാറിയത് വെല്ലുവിളിച്ചിട്ട് അന്ന് സായനെ വെല്ലുവിളിച്ചായിരുന്നല്ലോ ഡ്രഗ് കേസിനകത്ത്. എന്നിട്ട് എന്തേ അവൻ ഈ ജിൻഡോ മീഡിയാസിനെ കാണുമ്പോഴത്തേക്കും വെല്ലുവിളിച്ചിട്ട് എവിടെയെങ്കിലും പോയി മാളത്തിട്ട് ഒളിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത്രയും വലിയ ശരീരമൊക്കെ ഉള്ള മനുഷ്യനല്ലേ, വലിയ വിന്നറല്ലേ, വലിയ കാശുള്ള ആളെന്നല്ലേ, 10 ജിമ്മൊക്കെ നടത്തുന്ന ആളല്ലേ, എന്തിനായി വെല്ലുവിളിച്ചിട്ട് മാളത്തിൽ പോയിരിക്കുന്നത്? ധൈര്യം ഇങ്ങോട്ട് വന്നോന്നേ, എൻ്റെ വീട്ടിലേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല, കാരണം അവിടെ എൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്, അവന് വീട്ടിൽ കയറാൻ പറ്റില്ല. അവൻ വേണം പുറത്തിറങ്ങി, എൻ്റെ വീടിൻ്റെ മറ്റേ ഈ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറരുത്, പുറത്തിറങ്ങി സംസാരിച്ചു, നമുക്ക് കൃത്യമായിട്ട് കാര്യം പറയാം. പിന്നെ ഈ കെട്ടിയിട്ടു അവിടെ പിടിച്ചു വെച്ചു, ജിൻഡോനെ പണ്ട് കെട്ടിയിട്ട ചരിത്രവും പിടിച്ചു വെച്ച കേസൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ജിൻഡോ പലയിടത്തുനിന്ന് അടി കിട്ടിയ കേസ് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ജിൻഡോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനെ സംസാരിച്ച് പോയിട്ട് അത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് 25 പേര് പങ്കെടുത്തു, എനിക്കെതിരെ ഒരു പീഡന പരാതി കേസ് വന്നിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇനി 2 എനിക്കെതിരെ ഒരു ഡ്രഗ് കേസ് വന്നോ? ജിൻഡോയ്ക്കെതിരെ ഇത് 2ഉം വന്നത്. അപ്പോൾ ചുമ്മാ വന്നതല്ലല്ലോ, എന്തെങ്കിലും ഉണ്ടായിട്ടല്ലേ വന്നത്. ജിൻഡോ ഇതിനൊക്കെ മറുപടി പറയട്ടെ. മഴയല്ലേ.